ഇപ്പം ഞാൻ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്നലെ ഒരു മൂന്നാർ ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തെങ്കിലും ഓരോരോ ഘട്ടമായിട്ട് മൂന്നാറോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ ഇന്നലെ പോയത് ശബരിമല ആ റൂട്ടൊക്കെ ആയിരുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് വന്നിട്ട് ഇവിടെ മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് റൂം എടുത്ത് സ്റ്റേ ചെയ്ത് 500 രൂപയായിരുന്നു സിംഗിൾ റൂമിന് ചാർജ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് ഇപ്പോഴിതാ മുണ്ടക്കയം ജംഗ്ഷനോട് ചേർന്നുള്ള മണിമല ആറ്റിന് കുറുകെയുള്ളൊരു പാലത്തിൻ്റെ സൈഡിലത്തെ ഫുട്പാത്തിൽ കൂടി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴിപ്പം ഞാൻ പോകുന്നത് കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. കട്ടപ്പനയിൽ അഞ്ചുരുളി വാട്ടർഫാൾസ് ഉണ്ട്, പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കട്ടപ്പനയിലോട്ട് പോകുന്ന റൂട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. മെയിനായിട്ട് ഇവിടുത്തെ ഈ ഒരു ചൂടിൽ നിന്ന് നല്ലൊരു വ്യത്യാസം വരും. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴത്തേക്കും ഇപ്പോഴിവിടെ ഈ മുണ്ടക്കയം എന്ന് പറഞ്ഞ സ്ഥലത്ത് അടിക്കുന്ന ചൂട് 31 ഡിഗ്രിയാണ്. കട്ടപ്പന നോക്കിയപ്പോഴത്തേക്കും 27 ഉള്ളു. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയ്ക്കും ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ മൂന്നാർ നോക്കിയപ്പോഴത്തേക്കും 24. അപ്പോഴെന്തായാലും ഇന്നത്തെ ദിവസം മൂന്നാർ എത്തുമെന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും ഈ മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കട്ടപ്പന ലക്ഷ്യമിട്ട് യാത്ര തുടങ്ങാം. ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഇവിടെ സവാളയുടെയും ഉള്ളിയുടെയൊക്കെ കച്ചവടം. ഇന്ന് 2024 ഏപ്രിൽ 17-ാം തീയതി 3 കിലോ സവാളയുടെ വില 100 രൂപ. ഇതാ കണ്ടില്ലേ സവാളയൊക്കെ നല്ല തിളങ്ങി നിൽക്കുന്നത്. അപ്പോഴെന്തായാലും നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാ കണ്ടില്ലേ നമ്മുടെ ബൈക്കിൽ ബാഗെല്ലാം വെച്ച് കെട്ടിയിരിക്കുവാണ്. അങ്ങനെ ഞാൻ കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് വന്നതിന് ശേഷം ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലമാണ് വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ്. സാധാരണ ഇവിടെ വരുമ്പോഴത്തേക്കും ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോഴും വെള്ളമില്ലാത്തത് കൊണ്ട് ആരെയും ഇങ്ങോട്ട് ആകർഷിക്കുന്നില്ല. ഇഷ്ടംപോലെ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. വേനലിൽ എല്ലാം വറ്റി വരണ്ട്. ഇവിടെ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിനോട് ചേർന്ന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. പരുന്തുംപാറ 15 കിലോമീറ്റർ, അങ്ങനെ പല പല സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് ടീ പ്ലാന്റേഷൻസ് എന്ന് പറഞ്ഞിട്ട് ആരോ കാണിച്ചിട്ടുണ്ട്. അവിടെ ഇന്ന കിലോമീറ്റർ എന്നൊന്നും കാണിച്ചിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കംപ്ലീറ്റ് തേയിലയും തേയിലത്തോട്ടമൊക്കെ തന്നെയാണ്. ഈ റൂട്ട് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടം കാണുമ്പോഴത്തേക്കും എല്ലാവരെയും ആകർഷിക്കും. അപ്പോഴാണ് ഇവിടെ എല്ലാവരും വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതും പിന്നെ ഇവിടെ അടുത്തുള്ള കടകളിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇപ്പോഴിവിടെ വെള്ളമില്ലാത്തത് കൊണ്ട് ഇവിടുത്തെ കച്ചവടങ്ങളും എല്ലാം ഡള്ളായിരിക്കുക. ഇതാ നോക്കേ, കടകളെല്ലാം അടഞ്ഞു കിടക്കുക. എല്ലാ കടകളൊന്നും അടഞ്ഞിട്ടില്ല, കുറച്ച് കടകളൊക്കെ തുറന്നിരിപ്പുണ്ട്. സാധാരണ ഇവിടെയൊക്കെ പൈനാപ്പിൾ, വെള്ളരിക്ക, മാങ്ങയൊക്കെ ചെത്തി വെച്ചിരിക്കുമായിരുന്നു മുമ്പ്. ഇപ്പോൾ ഒന്നുമില്ല. ആൾക്കാർ ഫുഡൊക്കെ കഴിച്ചിട്ട് വേസ്റ്റ് ഇട്ടിരിക്കുന്നതൊക്കെ. വെള്ളമുള്ള സീസണിലെന്ന് പറയുമ്പോഴത്തേക്കേ ഇങ്ങോട്ടൊന്നും വരണ്ട, നമ്മൾ ഇത്ര അടുത്തൊന്നും വരണ്ട. ആ റോട്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പോഴേ ആ ഒരു വെള്ളം വീഴുന്നതിൻ്റെ ഒരു ഈറിനിങ്ങനെ അടിക്കും. സത്യം പറയാമല്ലോ, ഇവിടെ വെള്ളമുള്ള സമയത്ത് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടൊന്നുമില്ല. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് നോക്കിയിട്ടതേ ഉള്ളു. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് വിടാം. അങ്ങനെ നമ്മൾ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസിൽ നിന്ന് കുറച്ച് വളവുകളും തിരിവുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുക. ഈ കുട്ടിക്കാനം എത്തുമ്പോഴത്തേക്കും കുറച്ചധികം ടീ ഫാക്ടറിയുടെയൊക്കെ ബോർഡുകൾ കാണാൻ പറ്റും. ഇതാ കണ്ടില്ലേ, ടീ ഫാക്ടറി ഔട്ട്ലെറ്റ്. ഇവിടെയായിട്ട് വേറെയും ബോർഡുകൾ വെച്ചിട്ടുണ്ട്. കുമളി 36 കിലോമീറ്റർ, കട്ടപ്പന 40 കിലോമീറ്റർ. നമ്മൾ കട്ടപ്പനയിലോട്ടാണ് പോകുന്നത്. നമ്മൾ വളഞ്ഞങ്ങാനം വാട്ടർഫാൾസ് കഴിഞ്ഞിട്ട് കുട്ടിക്കാനം റോഡിലോട്ട് വരുമ്പോഴത്തേക്കും തന്നെ കാലാവസ്ഥ മാറുന്നത് നമുക്ക് ഫീൽ ചെയ്യും. ഒരു തണുപ്പൊക്കെ ഫീൽ ചെയ്യും. ഇത് അങ്ങ് ദൂരെയായിട്ട് തേയിലത്തോട്ടങ്ങളും കണ്ടു തുടങ്ങുന്നുണ്ട്. അപ്പോഴെന്തായാലും നമുക്കേ ഈ കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തായിട്ട് ചാർലി സിനിമ ഷൂട്ട് ചെയ്ത ഏതോ ഒരു ലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് കട്ടപ്പനയിലോട്ട് പോവാം. അങ്ങനെ ഇപ്പം നിൽക്കുന്ന ഈ ഒരു സ്ഥലമാണ് കുട്ടിക്കാനം ടൗൺ. കൂടുതലായിട്ടും ഹോം മെയ്ഡ് ചോക്ലേറ്റ്, പിന്നെ തേയില കച്ചവടം, അങ്ങനത്തെ കടകളൊക്കെ ഒരുപാടുണ്ട്. ഇതോടായിട്ടൊരു പെട്രോൾ പമ്പും ഉണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുമളിയും, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കട്ടപ്പനയാണ്. നമ്മൾ കട്ടപ്പനയിൽ പോകാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ കുമളിയിലോട്ട് പോകേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ചാർലി സിനിമ എടുത്ത ലൊക്കേഷൻ, അത് കുമളി റൂട്ടിലാണ്. ഇവിടെ നിന്നൊരു 7 കിലോമീറ്റർ പോകുമ്പോഴത്തേക്കും പഴയ പാമ്പനാർ എന്ന് പറഞ്ഞൊരു പാലമുണ്ട്. അതിനടുത്തായിട്ട് തിരക്കിയാൽ മതി എന്നാണ് ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർ ചേട്ടന്മാർ പറഞ്ഞത്. അപ്പോഴെന്തായാലും നമുക്ക് കുമളി റോഡിലോട്ട് പോയിട്ട് വരാം. അങ്ങനെ നമ്മൾ കുട്ടിക്കാനത്തുനിന്ന് കുമളിക്ക് പോകുന്ന റൂട്ടിൽ ഒരു 7 കിലോമീറ്റർ വന്നപ്പോഴത്തേക്കും ഇവിടെ പഴയ പാമ്പനാർ പാലം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോഴേ ഇതിനടുത്തായിട്ടാണ് ചാർലി സിനിമയുടെ ലൊക്കേഷൻ എന്നാ അറിഞ്ഞത്. കുട്ടിക്കാനത്തുനിന്ന് ഈ പഴയ പാമ്പനാർ എന്ന് പറഞ്ഞ ഈ സ്ഥലം വരെ വരുന്നതിന് 7 കിലോമീറ്റർ എന്ന് എവിടെയും എഴുതിയൊന്നും വെച്ചിട്ടില്ല. ഗൂഗിൾ മാപ്പിൽ ഞാൻ നോക്കിയതുമില്ല. കുട്ടിക്കാനത്തെ ഓട്ടോ ഡ്രൈവർ ചേട്ടന്മാരോട് ചോദിച്ചപ്പോഴത്തേക്കും അവരാ പറഞ്ഞത് 7 കിലോമീറ്റർ എന്ന്. അവർ പറഞ്ഞാൽ തെറ്റത്തില്ല. അങ്ങനെ ഈ നിൽക്കുന്ന ഈ സ്ഥലമാണ് പഴയ പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലം. റോഡിന് കുറുകെ നിന്ന് കഴിക്കുന്നു. ഇവിടെ നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന റൂട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വഴി കൂടെ കട്ടപ്പനയ്ക്ക് പോവാം. ഈ വഴി കട്ടപ്പനയ്ക്ക് പോകുന്ന റൂട്ടാണ്. എന്തായാലും ഈ പഴയ പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലം ഒരു ഫീലുള്ളൊരു സ്ഥലം തന്നെ കേട്ടോ. നല്ല രസമുണ്ട് ഈ ഒരു സ്ഥലം കാണാനേ. ഇതാ നോക്കി, ഈ സ്റ്റെപ്പ് മുകളിലോട്ട് നടന്ന് കയറുമ്പോഴത്തേക്ക് അവിടെ പഴയ ഓടിട്ട വീടുകൾ. എന്തായാലും കൊള്ളാം ഈ വഴി ഇങ്ങനെ നടന്ന് മുകളിലോട്ട് കയറാൻ.
ക്വാർട്ടേഴ്സുകളാട്ടോ. നല്ല ശാന്തമായ തിണ്ണ. വൈകുന്നേരം ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ. ഓപ്പോസിറ്റ് സൈഡായിട്ട് അവിടെ ആയിട്ട് തേയിലത്തോട്ടമൊക്കെ കണ്ടുകൊണ്ടിരുന്നേ ചായ കുടിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ പോകുന്ന സ്ഥലം ലാൻഡ്രം എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ സ്ഥലമാട്ടോ. അപ്പോഴവിടെയാ ദുൽഖറിൻ്റെ ചാർലി എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ താഴെയായിട്ടൊരു കുരിശടിയൊക്കെ ഉണ്ട്, അത് കൊള്ളാം. അങ്ങനെ പഴയ പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന ബസ്സാണ് വന്ന് നിർത്തിയിട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് പഴയ പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഈ റോഡ് നേരെ പോയ കട്ടപ്പന, അങ്ങോട്ടല്ല നമുക്ക് പോകേണ്ടത്. ഈ റോഡ് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഫസ്റ്റ് റൈറ്റിലോട്ടൊരു വഴിയുണ്ട്. ആ വഴി കൂടെയാണ് ലാൻഡ്രം എസ്റ്റേറ്റിലോട്ട് പോകേണ്ടത്. ഇതാ ദീ കാണുന്ന വഴി കണ്ടില്ലേ, മുളയൊക്കെ ആർച്ച് പോലെ നിൽക്കുക. ഈ വഴി കൂടെ അങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ നമ്മൾ പഴയ പാമ്പനാർ പാലത്തിൻ്റെ അടുത്തുനിന്ന് ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനൊരു സ്ഥലമെത്തും. ഇവിടെയായിട്ടൊരു കുരിശടിയൊക്കെ കാണാം. അപ്പോൾ ഇവിടുന്ന് കൈലാസഗിരി എന്ന് പറഞ്ഞ റൂട്ടുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ഗൂഗിൾ മാപ്പിൽ ലാൻഡ്രം എസ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും തേയിലത്തോട്ടത്തിന് ഇടയിൽ കൂടെയുള്ള വഴികളൊക്കെ കാണിക്കും. പക്ഷേ അതുവഴിയല്ല പോകേണ്ടത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വലയാതെ പോകാൻ പറ്റും. ഇത് ഞാൻ അറിഞ്ഞത് ട്രാവൽ വിത്ത് കൊല്ലംകാരൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അപ്പോഴതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ചാർലി ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശരിക്കുമുള്ള വഴി മനസ്സിലായത്. അങ്ങനെ നമ്മളിതാ ഈ വഴി കൂടെ ഇങ്ങനെ വന്നത്. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെയായിട്ട് ഒരു അംഗൻവാടിയൊക്കെ കാണാം. അപ്പോഴിതൊരു അടയാളമാണ്. അങ്ങനെ നമ്മൾ ആ അംഗൻവാടി കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും റോഡ് ഒരു വളവായിട്ട് വരും. അപ്പോഴവിടെ നിന്ന് ഈ കാണുന്ന ഈ കയറ്റം കയറി വേണം ആ ലൊക്കേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഈ കാണുന്ന കോൺക്രീറ്റ് വഴി കൂടെ നമ്മളിങ്ങനെ കയറി വന്നത്. അപ്പോഴിതാ ഒരു ടി ഷേപ്പിലുള്ള വഴിയിൽ വന്ന് നിൽക്കും. അപ്പോഴിതാ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ലെഫ്റ്റ് പോകുമ്പോഴത്തേക്കും ആ കാറ് കിടക്കുന്നില്ലേ, അവിടെ നിന്ന് റൈറ്റിലോട്ടൊരു വഴിയുണ്ട്. ആ വഴി നേരെ പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ ആ വഴി അകത്തോട്ട് വരുമ്പോഴത്തേക്കും മനസ്സിലാവുമെന്ന് വെച്ചാൽ ഒരു ഐഡിയ കിട്ടും. അവിടെ ആയിട്ട് ആ സിനിമയിൽ കാണിക്കുന്ന മരങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് കാണാം. പിന്നെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇതേ കണക്കത്തെ വഴികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണും. ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്ക് അതിനടുത്തോട്ടൊക്കെ പോകാൻ പറ്റും. എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് വരാം. അങ്ങനെ ഞാൻ ആ ഓഫ് റോഡ് വഴി കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് വന്നതിന് ശേഷം വണ്ടി ഇവിടെ വെച്ചിരിക്കുവാണ്. ഇനി ഇതാ കുറച്ച് മുകളിലോട്ട് നടന്ന് കയറിയാൽ മതി. ചാർലി സിനിമയ്ക്കകത്ത് ഒരു ആശ്രമമായിട്ട് കാണിക്കുമല്ലോ, ആ ആശ്രമമായിട്ട് കാണിക്കുന്നത് ഈ സ്കൂളാണ്. ഇപ്പോഴും വെക്കേഷൻ സമയം ആയതുകൊണ്ട് മെയിൻ്റനൻസ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ വെച്ച് സിനിമയുടെ നല്ലൊരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ വഴി കൂടെയൊക്കെ ദുൽഖറൊക്കെ ഇങ്ങനെ നടന്നു പോകുന്ന സീനൊക്കെ ഉണ്ട് സിനിമയ്ക്കകത്തെ. ഇതെവിടെയായിട്ട് ഈ ഒരു സംവിധാനം കൊള്ളാം കേട്ടോ. വാട്ടർ ടാങ്കിൻ്റെ സൈഡിലായിട്ട് പൈപ്പും വെച്ചിട്ടുണ്ട്. വാട്ടർ ടാങ്കിന് ഈ ഒരു ആഴം കാണും. അപ്പോൾ അതിനകത്തുനിന്ന് പൈപ്പ് വെളിയിലോട്ട് ഇട്ടിരുന്നാൽ പോരെ. വെള്ളം ഇത്രയും നിറയുമ്പോഴത്തേക്കും നല്ല പ്രഷറായിരിക്കും. അപ്പോൾ വെള്ളം തുറക്കുമ്പോഴത്തേക്കും നല്ലപോലെ വെള്ളം വരികയും ചെയ്യും. ഇപ്പോഴും വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വെള്ളമില്ല. സിനിമയിൽ ഈ ഒരു കിണറും കാണിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർക്കുന്നില്ല കിണർ കാണിക്കുന്നുണ്ടോ ഇല്ലേ എന്ന്. കിണറിലെ വെള്ളമെല്ലാം കംപ്ലീറ്റ് വറ്റി കിടക്കുക. ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിരിക്കുക, കംപ്ലീറ്റ് ബ്ലീച്ചിൻ്റെ മണം. എന്തായാലും നമുക്ക് ഈ ഒരു സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് അങ്ങോട്ട് പോകാം. അവിടെ കുറച്ച് മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ആ ഒരു ഭാഗത്ത് വെച്ചും ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം. അങ്ങനെ ആ സ്കൂളിൻ്റെ അടുത്തുനിന്ന് കുറച്ച് താഴോട്ട് നടന്നു വരുമ്പോഴത്തേക്കും ലാൻഡ്രം എസ്റ്റേറ്റിന് നടുക്കായിട്ട് കുറച്ച് മരങ്ങൾ നിൽപ്പുണ്ട്. കണ്ടില്ലേ, ഇവിടെ വെച്ചിട്ടും ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. ഈ വഴി കൂടെ ദുൽഖർ ബുള്ളറ്റ് ഓടിച്ചു പോകുന്ന സീനാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഓർമ്മയില്ല. ഇവിടെ ചാർലി കുളം എന്ന് പറഞ്ഞ ഇതായിരുന്നല്ലേ, ചാർലി കുളം എന്ന് പറഞ്ഞ കുളമായിരുന്നു ഇത്. പക്ഷേ ഇതാ കംപ്ലീറ്റ് വെള്ളമെല്ലാം വറ്റി കിടക്കുക. അപ്പോഴെന്തായാലും നമുക്ക് ഈ ചാർലി ലൊക്കേഷനിൽ നിന്ന് പോവാം. അപ്പോഴിതാ ഇവിടെ ആയിട്ട് ഈ വറ്റി വരണ്ട് കിടക്കുന്ന ചാർലി കുളമില്ലേ, നമുക്കൊരു ദിവസം വെള്ളം നിറഞ്ഞു നിൽക്കുമ്പം വരാം. അപ്പോഴും നിറഞ്ഞ കുളം കണ്ടില്ല എന്നുള്ള നിരാശയൊന്നും വേണ്ട. നമുക്കൊരു ദിവസം ഒരു മഴയൊക്കെ പെയ്ത് നിൽക്കുന്ന ഒരു സമയത്ത് വരാം. അങ്ങനെ നമ്മൾ ചാർലി ലൊക്കേഷനെല്ലാം കണ്ടിട്ട് തിരിച്ച് റോഡിലോട്ട് വന്നു. നമ്മൾ ചാർലി ലൊക്കേഷൻ കാണാൻ വേണ്ടി പോയത് പഴയ പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പഴയ പാമ്പനാർ എന്നാലും പോയില്ലേ, പുതിയ പാമ്പനാറും കൂടെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന ഈ സ്ഥലമാണ് പാമ്പനാർ എന്ന് പറഞ്ഞ സ്ഥലം. നമ്മൾ നേരത്തെ നിന്നത് പഴയ പാമ്പനാറായിരുന്നു. ഇവിടെ അത്യാവശ്യം കടകളും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വലിയൊരു ടൗണാണ് പാമ്പനാർ. ഇവിടെ അടുത്തായിട്ട് ഒരു വലിയൊരു പള്ളിയൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു പള്ളിയാട്ടോ കാണാൻ. ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് പള്ളി ഉള്ളത്. ഇവിടെയായിട്ട് റെസ്റ്റോറൻ്റൊക്കെ ഉണ്ട്. എന്തെങ്കിലും കഴിക്കാം. ഇപ്പം സമയം 1:30 ആയിട്ടുണ്ട് ഉച്ചയ്ക്ക്. ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി യാത്ര ചെയ്യാം. ഇനി ഇവിടുന്ന് കട്ടപ്പനയ്ക്ക് 37 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. ഇപ്പം നമ്മൾ നേരത്തെ അതുവഴി കൂടി ഇങ്ങോട്ടായിരുന്നു വന്നത്. കുട്ടിക്കാനത്ത് നിന്ന് പഴയ പാമ്പനാർ എന്ന് പറഞ്ഞ ഈ സ്ഥലം വരെ വന്നത് ആ വഴി കൂടെയാണ്. അപ്പോഴിവിടെ നിന്ന് കട്ടപ്പന എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ടല്ലേ, അങ്ങോട്ട് ആ വഴി കൂടെ നമുക്ക് കട്ടപ്പനയിലോട്ട് പോകേണ്ടത്. നമ്മൾ നേരത്തെ ഈ വഴി കൂടെയാണ് ചാർലി ലൊക്കേഷനിലോട്ട് പോയത്. ഇപ്പം അങ്ങോട്ടല്ല പോകുന്നത്, ഇപ്പം ഇങ്ങോട്ട്. അങ്ങനെ പഴയ പാമ്പനാർ എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് ഉള്ളിലോട്ട് വരുമ്പോഴത്തേക്കും നോക്കേ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഒരുപാട് ദൂരത്തായിട്ട് നല്ല പച്ച കളർ തേയിലത്തോട്ടമുണ്ട്.
അങ്ങനെ കുറച്ച് വളവുകളും തിരിവുകളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ദാ ഈ കാണുന്ന വഴി കൂടെ നമ്മളിങ്ങോട്ട് വന്നത്. അങ്ങനെ ദാ ഇപ്പം ഹൈവേയിൽ വന്ന് കയറിയിരിക്കുവാണ്. ദാ കട്ടപ്പനയ്ക്ക് പോകുന്ന ഒരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ഹൈവേ കൂടെ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്കും ദാ ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാ ഏലപ്പാറ വ്യൂ പോയിന്റ്. ഇതവിടെ ദൂരെയായിട്ട് കാണുന്ന ആ സ്ഥലമാണ് ഏലപ്പാറ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ വ്യൂ പോയിന്റ് കുറച്ച് നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെവിടെയായിട്ട് സ്റ്റാളൊക്കെ വരും കേട്ടോ. ചെറിയ കഫേയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണെന്ന് തോന്നുന്നു. ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇതവിടെ ദൂരെയായിട്ട് കാണുന്ന ആ ടൗണാണ് ഏലപ്പാറ. അത് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത് കൊണ്ട് ഏലപ്പാറ വ്യൂ പോയിന്റ് എന്ന് ഈ സ്ഥലത്തിനെ പറയുന്നു. അങ്ങനെ ഞാൻ ആ വ്യൂ പോയിന്റ് എല്ലാം കണ്ടിട്ട് നിന്ന ആ നല്ല റോട്ടിൽ നിന്ന് കുറേ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും റോഡിൻ്റെ വർക്ക് നടക്കുന്ന ഒരു വഴി കൂടെ വന്നു കേട്ടോ. റോഡിൻ്റെ മെയിൻ്റെനൻസ് നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ താഴെയായിട്ടൊരു ആറൊക്കെ കാണാം. ആറെല്ലാം വറ്റി വരണ്ട് കിടക്കുക. അവിടെ താഴെയായിട്ട് ആൾക്കാർ ഉള്ള വെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് കുളിക്കുന്നുണ്ട്. ഇവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളം നല്ല ആഴമുള്ള വെള്ളമായിരിക്കാം. കയങ്ങളൊക്കെ കാണും. ഇറങ്ങിക്കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തിയ കാര്യം എന്താണെന്നറിയോ? ഇവിടെ ആയിട്ട് ഒരു ചായക്കടയിൽ വെറൈറ്റി ഒരു കടിയുണ്ട് കേട്ടോ. ഞാനിതങ്ങനെ എവിടെയും കണ്ടിട്ടൊന്നുമില്ല. എനിക്കൊരു പുതുമയായിട്ട് തോന്നി. ഇതാ കണ്ടില്ലേ ഈ സംഗതി? ഇതെന്താ സംഭവം? ഇതങ്ങനെ എല്ലായിടത്തും കണ്ടിട്ടില്ല. വടിയോ? ഒരെണ്ണം എടുക്കാവോ? വടി. ഇതിൻ്റെ പേര് വടി. കൊള്ളാം. ഒരു ബിസ്ക്കറ്റിൻ്റെയും പിന്നെ അല്ല ഒരു മഞ്ഞ കളറിൽ മടക്കി വെച്ച് പൊരിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, മധുരമൊക്കെ ആയിട്ട്, അതിൻ്റെയും ഒരു ടേസ്റ്റ് ഉണ്ട്. കൊള്ളാം. ചായയുടെ കൂടെ ഒക്കെ നൈസായിട്ട് കഴിക്കാം. പക്ഷേ ഇത് കഴിച്ച് കഴിഞ്ഞാൽ ചായക്ക് മധുരം തോന്നിക്കത്തില്ല. ഇത് നല്ല മധുരമുണ്ട്. ഇതാ കോട്ടയത്തിന് പോകുന്ന പ്രൈവറ്റ് ബസ്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ. ഇന്നത്തെ ദിവസം ഏപ്രിൽ 17 2024. കുട്ടിക്കാനത്തുനിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന റോഡായി കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റുമായിട്ട് അടുത്തങ്ങാണം നിൽക്കുന്ന ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഇതുവഴി കൂടെ ഒരു യാത്ര പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാര്യം റോഡെല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുക. കണ്ടില്ലേ, ഭൂരിഭാഗം റോഡും ഇങ്ങനെ കിടക്കുക. ഇവിടെ കുറച്ച് മെറ്റിലെങ്കിലും ഉണ്ട്. ഞാൻ വരുന്ന വഴിക്കെല്ലാം ഭയങ്കര കട്ടറായിട്ട് കിടക്കുമായിരുന്നു. JCB ഇട്ട് മാന്തലും അങ്ങനത്തെ പരിപാടികളെല്ലാം നടക്കുക. അപ്പോൾ ഞാനീ പറഞ്ഞ ഈ ഒരു ഡേറ്റുമായിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു യാത്ര അങ്ങ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. വെറുതെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കട്ടപ്പനയ്ക്ക് പോകുന്ന റൂട്ടിൽ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാ കക്കാട്ടുകട. അപ്പോൾ ഈ കക്കാട്ടുകട എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ അഞ്ചുരുളി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ പറ്റും. ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ഉണ്ട് കട്ടപ്പനയിലോട്ട്. അഞ്ചുരുളിയിലോട്ട് 3 കിലോമീറ്റർ ഉള്ളൂ. അപ്പോഴും നമുക്ക് അഞ്ചുരുളി പോയി വന്നതിന് ശേഷം കട്ടപ്പനയിലോട്ട് പോകാം. അങ്ങനെ നമ്മൾ ഇതാക്കേണ്ട ആ വഴി കൂടെ അകത്തോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അഞ്ചുരുളി 2 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട്. ആ വഴി വീണ്ടും കുറച്ചുകൂടെ അകത്തോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ആയിട്ട് അഞ്ചുരുളിയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു കുരിശടിയും ഉണ്ട്. അങ്ങനെ നമ്മൾ കാക്കാട്ടുകട എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് 3.4 കിലോമീറ്റർ അകത്തോട്ട് വന്നിട്ട് ഇപ്പോഴത്തെ അഞ്ചുരുളി വാട്ടർഫാൾസിലോട്ട് പോകുന്ന ആ വഴിയുടെ അടുത്ത് നിൽക്കുക. ഇവിടെ കേട്ട് കുറച്ചധികം കടകളൊക്കെ ഉണ്ട്. ശനി ഞായർ ദിവസങ്ങളിലൊക്കെയാണ് എല്ലാ കടകളും തുറന്ന് പ്രവർത്തിക്കുന്നത്. ഇന്നത്തെ ദിവസം ബുധനാഴ്ചയാണ്. മാത്രമല്ല ഇപ്പം ടണലിൽ കൂടെ വെള്ളം കുറവാണ് വരുന്നതേ. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നും വരുന്നില്ല ഇപ്പോഴും. നിലവിൽ ഒരു കട മാത്രമേ തുറന്നിരിപ്പുള്ളൂ. ഐസ്ക്രീമും നാരങ്ങ വെള്ളവും അങ്ങനത്തെയൊക്കെ ആയിട്ടേ ഈ ഒരു കട മാത്രമേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമുക്ക് ഈ വഴി താഴോട്ട് ഇറങ്ങിയിട്ട് ടണലിൻ്റെ അടുത്തോട്ട് പോയിട്ട് വരാം. അഞ്ചുരുളി ടണൽ. ഇതാ കണ്ടില്ലേ, തുരങ്കം എന്നും പറഞ്ഞിട്ട് ആരോ കാണിച്ചിട്ടുണ്ട്. വെള്ളം തീരെ കുറഞ്ഞ സമയമാണ് കേട്ടോ. അതുകൊണ്ട് ടണലിനകത്തൊന്നും വെള്ളമില്ല. ഇതിൻ്റെ പ്രത്യേകതകൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടണലിൻ്റെ നിർമ്മാണം 1700 എഴുതി തന്നിട്ട് വായിക്കുന്നവരെ തെറ്റുന്നു. ടണലിൻ്റെ നിർമ്മാണം 1974 മാർച്ച് 10. ടണൽ ഉദ്ഘാടനം 1980 ജനുവരി 30. നീളം 5 കിലോമീറ്റർ. എൻ്റെ ദൈവമേ. 15 അടി നീളത്തിൽ ഉള്ളിലേക്ക് ജാക്ക് ഹാമർ ഉപയോഗിച്ച് തുരന്ന് 1500 ഇലക്ട്രിക് തോട്ട ഒരു റൗണ്ട് വെച്ച് പൊട്ടിച്ച് നിർമ്മിച്ചതാണ്. ഇതിലെ കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് ഈ മൈതാനം. അതിന് പുറത്തായിട്ട് അവിടെ ആയിട്ട് ഒരു മൈതാനം കാണുന്നുണ്ട്. അത് ഇതിനകത്തുള്ള കല്ലുകൊണ്ട് നിർമ്മിച്ചതാണെന്ന്. 3 കിലോമീറ്റർ ഇവിടെ നിന്നും ഇരട്ടയാറ്റിലേക്കും ഇരട്ടയാറ്റിൽ നിന്നും ഇങ്ങോട്ടും 2 കിലോമീറ്റർ തുരന്ന് കൂട്ടി യോജിപ്പിച്ചതാണ് ഈ തുരങ്കം. 3 കിലോമീറ്റർ ഇപ്പുറത്തൊന്നും തുരന്ന് 2 കിലോമീറ്റർ അപ്പുറത്തൊന്നും തുരന്ന് അങ്ങനെ രണ്ടും കൂടെ ചേർത്ത് കൂട്ടി യോജിപ്പിച്ചതാണ്. എന്തായാലും ബ്രില്യൻ വർക്കാട്ടോ. രണ്ടും 2 സൈഡിലോട്ടായി പോവാതെ കൃത്യമായിട്ട് കൂട്ടിമുട്ടിയല്ലോ. സാങ്കേതിക വിദ്യ SNC ലാവ്ലിൻ കമ്പനി, കാനഡ. ചുമ്മാ അല്ല, കാനഡ. ടണലിൻ്റെ അകത്തെ അപകടം. വായു കുറവാണ്, കുഴികളുണ്ട്, പാറയിൽ വഴുക്കലാണ്, വാവലുണ്ട്, പാമ്പുണ്ട്, വെളിച്ചമില്ല, മുകളിൽ നിന്നും പാറക്കഷ്ണം അടർന്ന് വീഴാം, മൊബൈൽ റേഞ്ചില്ല.
ഇതെവിടെയായിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. KSEBിയുടെ ഒരു ബോർഡ്, മുന്നറിയിപ്പ് ബോർഡാണ്. വെള്ളത്തിലിറങ്ങരുത്, ആഴമുള്ള ജലാശയം. ഒരു സമയത്ത് സ്ഥിരമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ഒരു ഫോട്ടോയായിരുന്നു ഈ അഞ്ചുരുളി ടണലിൻ്റെ ഫോട്ടോ. അപ്പോൾ ആ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, പോകണം എപ്പോഴെങ്കിലും പോകണമെന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് അതിന് സമയം കിട്ടിയത്. അപ്പോഴെന്തായാലും കട്ടപ്പനയ്ക്കടുത്തുള്ള, കട്ടപ്പനയിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ മാറിയുള്ള അഞ്ചുരുളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതാ ഇപ്പം വന്നിങ്ങനെ നിൽക്കുക. മൂന്നാറോട്ട് നാളെ പോകുന്നുള്ളൂ. കട്ടപ്പനയിൽ റൂം എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുക. കാര്യം ഇവിടെ നിന്നൊരു 60 കിലോമീറ്ററേ ഉള്ളൂ മൂന്നാർ. വേണമെങ്കിൽ ബൈക്ക് ഓടിച്ച് പോകാനേ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ രാത്രി വെറുതെ വണ്ടി ഓടിച്ച് പോകണ്ട. ഇപ്പോൾ സമയം 6 മണി ആവാറായി. അപ്പോൾ ഇവിടെ നിന്ന് കട്ടപ്പനയ്ക്ക് 6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ പിറ്റേന്ന് രാവിലെ കട്ടപ്പന ടു മൂന്നാർ ട്രിപ്പ്, അതാണ് എൻ്റെ പ്ലാൻ. അപ്പോഴെന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.